ഹായ് ഫ്രണ്ട്സ്, സൂപ്പർ കൺമണി സീരിയലിൻ്റെ പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ കൃഷ് വരുന്നതും കാത്ത് ആൻറ്റിയമ്മ അങ്ങനെ ദേഷ്യത്തോടെ കാത്തിരിക്കുകയാണ് കേട്ടോ. കാരണം മാനസയെ തല്ലിയത് ചോദ്യം ചെയ്യണം എന്നൊക്കെയുള്ള രീതിയിൽ അങ്ങനെ കൃഷ് അങ്ങോട്ടേക്ക് കൺമണി ഫോൺ വിളിച്ചിട്ട് എടുക്കാത്തതുകൊണ്ട് തന്നെ ഒരുപാട് സങ്കടപ്പെട്ട് വിഷമത്തോടു കൂടി തന്നെയാണ് കേട്ടോ പോകുന്നത് വീട്ടിലേക്ക്. ആ സമയത്ത് തന്നെയാണ് ആൻറ്റിയമ്മ ഓരോന്ന് പറഞ്ഞ് നമ്മുടെ കൃഷിനോട് ചോദ്യം ചെയ്യുന്നത്. നീ മാനസയെ തല്ലിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് എനിക്ക് തല്ലേണ്ടി വന്നു, പിന്നെ എന്നെ ഏത് നേരവും എൻ്റെ പുറകെ എന്നെ നടന്നാലും ഞാൻ എന്ത് ചെയ്യണം, എവിടെ പോകണം എന്നൊക്കെ അവളെന്തിനാ അറിയേണ്ട ആവശ്യം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അവളെ നിൻ്റെ ഭാര്യയാവാൻ പോകുന്ന പെൺകുട്ടി, അവൾക്ക് പിന്നെ അതിനുള്ള അർഹതയില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ ഈ ജീവിതത്തിൽ കൺമണിയെ മാത്രമേ വിവാഹം കഴിക്കുകയുള്ളൂ, എൻ്റെ മനസ്സിൽ അവൾക്ക് മാത്രമേ സ്ഥാനമുള്ളൂ എന്നൊക്കെ തറപ്പിച്ച് പറയുന്നുണ്ട് കേട്ടോ കൃഷി ദേഷ്യം വന്നിട്ട്. ഇത് കേട്ട് ആൻറ്റിയമ്മ പൊട്ടിത്തെറിക്കുന്നുണ്ട്. കൃഷിൻ്റെ കരണം നോക്കി ഒന്ന് പൊട്ടിക്കുന്നുണ്ട്. ഇതേ നിനക്ക് ഇത് മുന്നേ കിട്ടേണ്ടതായിരുന്നു. നീ എന്ത് കരുതി നിന്നെയും കൺമണിയും തമ്മിൽ ഞാൻ കൂട്ടി വെക്കുമെന്നോ? മാനസയെ മാത്രം വിവാഹം ചെയ്യാൻ ഞാൻ സമ്മതിക്കുകയുള്ളൂ. എന്നോട് നന്ദികേട് കാണിച്ചാണ്ടല്ലോ നിന്നെ ഞാൻ കൊന്നുകളയും. ഞാനാണ് ഇതിന് മുൻകൈ എടുത്തിട്ടുള്ളതെങ്കിൽ നീയും മാനസയും തമ്മിലുള്ള വിവാഹം ഞാൻ നടത്തിയിരിക്കും. അതിൽ നിന്ന് നീ രക്ഷപ്പെടാനായിട്ട് നോക്കിയാണ്ടല്ലോ ആ കൺമണിയെ നിൻ്റെ ജീവിതത്തിലേക്ക് വിളിച്ച് കയറ്റിയാലുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് നല്ലോണം തന്നെ ആൻറ്റിയമ്മ കൃഷിനെ ഭീഷണിപ്പെടുത്തുകയാണ് കേട്ടോ. കൃഷി ആകെ അന്തം വിട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ കൃഷി വീണ്ടും കൺമണിയെ വിളിക്കുന്നുണ്ട്. കൺമണിയാണെന്നുണ്ടെങ്കിൽ കൃഷാറ് വിളിക്കുന്നു എന്നുള്ള രീതിയിൽ തന്നെ മനഃപൂർവ്വം ഫോൺ എടുക്കാതെ കട്ട് ചെയ്ത് വിടുന്നുണ്ട്. അങ്ങനെ കൺമണി നമ്മുടെ ഓഫീസിലെ ആ ഒരു ഗസ്റ്റ് റൂമിലുള്ളത് നമ്മുടെ കൃഷിനെ അറിയണം. അങ്ങനെ കൃഷി നമ്മുടെ കൺമണിയെ തേടി വരുന്നുണ്ട്. കാരണം ഈ സംഭവിച്ച കാര്യങ്ങളെല്ലാം പറയണം. ഇനിയും അകന്ന് നിന്നാൽ അത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് എത്തിക്കുമെന്നുള്ള രീതിയിൽ കൺമണിയെ കാണാനായിട്ട് പോകുന്നുണ്ട്. അങ്ങനെ വാതിൽ തട്ടുന്നിട്ട് കൺമണി വാതിൽ തുറക്കുന്ന സമയത്ത് കൺമണി വീഴാനായിട്ട് പോകുവാണ് കേട്ടോ. അങ്ങനെ കൃഷി പെട്ടെന്ന് തന്നെ നമ്മുടെ കൺമണി അങ്ങോട്ട് ചേർത്ത് പിടിക്കുന്നുണ്ട് വീഴാതെ. അങ്ങനെ പരസ്പരം എത്ര അകന്നാലും അവർക്ക് പിരിയാൻ പറ്റാത്ത രീതിയിൽ അവർ മനസ്സുകൊണ്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇന്നൊരു നല്ലൊരു പ്രൊമോയാണ് നമ്മുടെ കൃഷിനും കൺമണിക്കും ഉണ്ടായിട്ടുള്ളത്. നാളത്തെ എപ്പിസോഡിൽ ഇനി ബാക്കിയുള്ള വിശേഷങ്ങൾ നമുക്ക് കാണാം.